ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷൻ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഒരു സീക്വൻസ് എന്നുള്ള മീനിങ് എന്താണ്, വാട്ട് ഈസ് എ സീക്വൻസ്? അപ്പോൾ നമ്മൾ പറയില്ലേ സീക്വൻസ് ഓഫ് ഇൻസിഡൻസ്, അല്ലെങ്കിൽ അതായത് ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പോയിന്റുകളിൽ കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ചിട്ടുള്ള അടക്കി പറക്കി വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് ബുക്ക് എന്നൊക്കെ നമ്മൾ പറയാം. ഒരു പുസ്തകങ്ങളുടെ സീരീസ് ഓഫ് ചില ഫിലിം സീരീസ് നമ്മൾ കാണാറുണ്ട്, വെബ് സീരീസുകൾ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഒന്നിനു പുറമെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഒരു കോമൺ നേച്ചറുള്ള ഒരു സെറ്റ് അല്ലേ. പക്ഷേ മാത്തമാറ്റിക്കലി നമ്മൾ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ് ആണെങ്കിലും മാത്തമാറ്റിക്കൽ മീനിങ് ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഹിയർ വി ഹാവ് എ ഡെഫിനിഷൻ. മാത്തമാറ്റിക്കലി നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ടു ആർ. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. എ ഫംഗ്ഷൻ whose domain is the set of all natural number n or a set of integers greater than or equal to some integer n naught and the range is a subset of R is called an infinite sequence of real numbers or a real sequence. അപ്പോൾ എന്നിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ആറിലേക്ക്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ അങ്ങനെ തന്നെ എടുക്കാറ് കേട്ടോ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ആറിലേക്ക്, അല്ലെങ്കിൽ ഒരു എൻ നോട്ടിനേക്കാളും കൂടുതലുള്ള, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഇൻറ്റിജർ നമ്മൾ പറയുകയാണ് -2 മുകളിലുള്ള ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ -1 0 1 2 3 എക്സെട്ര. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറ്ററേഷൻ കൊടുത്തിട്ട് ഒരു ഡൊമെയിൻ എടുക്കാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഡൊമെയിൻ എങ്ങനെയാണെങ്കിലും ഒന്നുകിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻറ്റിജറിനേക്കാളും മുകളിലുള്ള ബാക്കിയുള്ള ഇൻറ്റിജേഴ്സ്. റേഞ്ച് എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് യൂഷ്വലി പറയുന്നത്. ഇറ്റ്സ് എൻ ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓർ എ റിയൽ സീക്വൻസ്. ഇനി ഇതിനകത്ത് റിയൽ നമ്പേഴ്സ് ഇങ്ങനെ കിട്ടുന്ന റിയൽ നമ്പേഴ്സിനെ, അപ്പോൾ നമ്മൾ ഈ ഓരോ ഇൻറ്റിജറിൻ്റെയും ഇമേജ് ആയിട്ട് കുറേ റിയൽ നമ്പേഴ്സ് നമുക്ക് കിട്ടില്ലേ. ഇപ്പോൾ സപ്പോസ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നതെന്ന് വയ്ക്കാം, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിലെ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 1. അപ്പോൾ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജിനെ നമ്മൾ A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 കൊടുക്കുമ്പോൾ A2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 3 കൊടുക്കുമ്പോൾ A3. അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പാറ്റേണിനെ നമ്മൾ, അല്ലെങ്കിൽ ആ എലമെൻറ്റുകളെ A1 A2 A3 എക്സെട്രയെ എലമെൻറ്റ്സ് ഓഫ് ദ സീക്വൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടേംസ് ഇൻ ദ സീക്വൻസ് എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നു ഇഫ് A ഫ്രം N to R. ഇഫ് A നമ്മൾ ഫംഗ്ഷൻ എഫിന് പകരം ഇവിടെ A എന്നാണ് പറയുന്നത്. A ഫ്രം N to R ഈസ് എ സീക്വൻസ്. ദ ഇമേജ് A of N ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ N N is usually denoted by A suffix N or A of N. നമ്മൾ ഈ A suffix N എന്നുള്ള ഫോമാണ് എടുക്കുക കേട്ടോ. A suffix N or A of N and is known as the nth term of the sequence. സീക്വൻസിൻ്റെ nth term എന്ന് നമ്മളിതിനെ വിളിക്കും. We will denote the sequence by the notations sequence AN or AN such that N in N or സീക്വൻസ്. അപ്പോൾ സീക്വൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 3 വിധത്തിൽ. എന്താണ്? ഒന്നുകിൽ ഈ ഒരു ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് AN, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ AN സച്ച് ദാറ്റ് N in N ഓർ ഓപ്പൺ ബ്രാക്കറ്റിൽ AN. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് സീക്വൻസ് AN എന്ന് തന്നെയാണ്. ആൻഡ് യൂഷ്വലി വി റെപ്രസെൻറ്റ് ദി എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടേംസ് ഓഫ് ദ സീക്വൻസ് ആസ് AN. അതിനകത്ത് പിന്നെ നമുക്ക് എന്താ ആവശ്യമുള്ളത്? യെസ്, ഇനി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ റിക്കർസീവ് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർമുല പറയും. ഇപ്പോൾ A1 = 1 ആൻഡ് AN = 1 + A1. അപ്പോൾ 1 + A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാതും, അല്ലെങ്കിൽ 1 + AN - 1 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഒരു 1-2 ടേംസ് തന്നിട്ട് ബാക്കിയുള്ള ടേമുകൾ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല തരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊന്നെങ്കിൽ ഇൻഡക്റ്റീവ് സീക്വൻസ് അല്ലെങ്കിൽ റിക്കർസീവ് സീക്വൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് മെയിൻലി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെഫിനിഷൻ ഓഫ് എ സീക്വൻസ്,
അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് എ റിയൽ സീക്വൻസ്. അതിനുശേഷം എലമെൻറ്റ്സ് ഓഫ് ദ സീക്വൻസ് ആർ നോൺ ആസ് അല്ലെങ്കിൽ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ നോൺ ആസ് എലമെൻറ്റ്സ് ഇൻ ദ സീക്വൻസ്. പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ സഫിക്സ് എൻ എന്നാണ്. സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് എ എൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എ എൻ സച്ച് ദാറ്റ് എൻ ഇൻ എൻ അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റിൽ എ എൻ. ഇതൊക്കെയാണ് സീക്വൻസിൻ്റെ നൊട്ടേഷൻസ്. പിന്നെ ഒന്നോ രണ്ടോ ടേംസ് തന്നിട്ട് ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല തരികയാണെങ്കിൽ അതിനെ നമ്മൾ റിക്കർസീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് സീക്വൻസ് എന്ന് വിളിക്കും. We have certain examples. Consider the sequence 1, 2, 3, etc. up to n. പിന്നെ വീണ്ടും അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ദിസ് സീക്വൻസ് മേ ഓൾസോ ബി റിട്ടേൺ ആസ് എ ഫ്രം എൻ ടു ആർ എ ഓഫ് എൻ ഈക്വൽ ടു എൻ. എന്താ എന്നിലെ എലമെൻറ്റുകൾ ആരൊക്കെയാണ്? എന്നിലെ എലമെൻ്റ് ആരൊക്കെയാണ്? 1, 2, 3, 4 എക്സെട്ര. നമുക്കൊരു സീക്വൻസ് നൽകുന്ന 1, 2, 3, 4 എക്സെട്ര എന്ന്. അപ്പോൾ 1നെ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എ ഫ്രം എൻ ടു ആർ ആണ്. അപ്പോൾ ഈ രൂപത്തിലാണ് സീക്വൻസ് എങ്കിൽ നമുക്ക് ആ സീക്വൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ഓഫ് എൻ ഈക്വൽ ടു എൻ. അപ്പോൾ എ ഓഫ് 1 എന്താ? എ ഓഫ് 1 ഈക്വൽ ടു 1, എ ഓഫ് 2 ഈക്വൽ ടു 2, എ ഓഫ് 3 ഈക്വൽ ടു 3. അപ്പോൾ 1, 2, 3, 4 എന്നും പറഞ്ഞ് നമ്മുടെ ഈ സീക്വൻസ് കിട്ടും. അതായത് നമുക്ക് തരുന്ന ഏതൊരു സീക്വൻസിനെയും നമുക്കൊരു ഫംഗ്ഷൻ്റെ രൂപത്തിൽ എന്നിൽ നിന്നും ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം കൂടെ നോക്കൂ. A1 ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. A2 ഈക്വൽ ടു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 അല്ലേ? അതായത് A2 ഈക്വൽ ടു 2. 2ന് നമുക്ക് 1 പ്ലസ് 1 എന്ന് എഴുതാം. അതിനകത്തെ 1നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് us write A2 ഈക്വൽ ടു 1 പ്ലസ് 1. That is A1 plus 1. What is A3? A3 equal to 3. That is 2 plus 1. ഈ 2 എന്തായിരുന്നു? A2 plus 1. അതായത് ഇതിലെ ഓരോ ടേം കടന്നു പോകുമ്പോഴും മുന്നത്തെ ടേമിനേക്കാളും ഒരെണ്ണം കൂടുതലാണ് അല്ലേ? അപ്പോൾ നമുക്കതിനെ റിക്കർസീവ്ലി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ്ലിയും ഒരു ഡെഫിനിഷൻ കൊടുക്കാം. എങ്ങനെയാണ്? A1 ഈക്വൽ ടു 1 എന്നും AN പ്ലസ് 1 ഈക്വൽ ടു AN പ്ലസ് 1 എന്നും ഒരു ഡെഫിനിഷനായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ A1 ഈക്വൽ ടു 1 ആൻഡ് AN പ്ലസ് 1 ഈക്വൽ ടു A1 പ്ലസ് AN. അതായത് പ്രീവിയസ് ടേം ഒന്നുകിൽ പ്രീവിയസ് ടേമിൻ്റെ കൂടെ 1 കൂട്ടുക അല്ലെങ്കിൽ പ്രീവിയസ് ടേമിൻ്റെ കൂടെ A1 ആഡ് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് 2, 4, 6, 8 എക്സെട്ര 2n is a sequence of even natural numbers or equivalently x എന്നെടുക്കുക. എക്സ് ഫ്രം നമ്മൾ നേരത്തെ എ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എക്സ് എടുക്കുക. ഇതൊക്കെ ഫംഗ്ഷനാണ്. എക്സ് ഫ്രം എൻ ടു ആർ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2n. ശരിയാണ് അല്ലേ? അപ്പോൾ എക്സ് ഓഫ് 1 2, എക്സ് ഓഫ് 2 4, എക്സ് ഓഫ് 3 6, എക്സ് ഓഫ് 4 8 അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ റിക്കർസീവ്ലിയും ചെയ്യാം. എങ്ങനെയാണ്? x1 ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. xn പ്ലസ് 1 ഈക്വൽ ടു xn പ്ലസ് 2 അല്ലേ? 2 പ്ലസ് 2 4, 4 പ്ലസ് 2 6, 6 പ്ലസ് 2 8. അപ്പോൾ റിക്കർസീവ്ലിയും നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്, അതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 5, മൾട്ടിപ്പിൾസ് ഓഫ് 10, ഇതെല്ലാം ഓരോ സീക്വൻസുകളാണ്. അതുപോലെ 1 1 1 1 1 എന്ന് എഴുതി പോകുന്നൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. 2 2 2 കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. 0 0 0 ഈസ് എഗെയിൻ എ സീക്വൻസ്. അപ്പോൾ ഇതെല്ലാം റിയൽ സീക്വൻസുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. എക്സാമ്പിൾ 3. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സാധനം എന്താണ്? ദ സീക്വൻസ് 1 1 1 ഓർ ഇക്വാലൻ്റ്ലി എ ഫ്രം എൻ ടു ആർ എ ഓഫ് എൻ ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എന്താണ്? എ ഓഫ് എൻ, എന്നിലെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും എവിടേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്? 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ? ഈ 1ന് പകരം 2 എന്നോ 3 എന്നോ 10 എന്നോ ഏത് ഫൈനൈറ്റ് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഹാസ് എവറി ടേം ഈക്വൽ ടു 1. സച്ച് എ സീക്വൻസ് in which all the terms are equal is called a constant sequence. അപ്പോൾ എന്താണ് a sequence in which all the terms are equal is called a constant sequence. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിക്കണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കോൺസ്റ്റൻറ്റ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ആൻഡ്
കൺസിഡർ ദ സീക്വൻസ് 2 1 4 3 6 5 8 7. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 2 1 4 3 6 8 6 5 8 7. എന്താണ്, ഒരു ടേം ഈവൻ ആണ്, അടുത്ത ടേം ഓഡാണ്. അതും 2 4 6 8 എന്ന് പറഞ്ഞ ഈവൻ സീക്വൻസിൻ്റെ ഇടയിലേക്ക് ആരെ കയറ്റിയിരിക്കുകയാണ്? 1 3 5 7 എന്ന് പറയുന്ന ഓഡ് സീക്വൻസിന് നമ്മൾ കയറ്റിയിരിക്കുന്നു. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഓഡ് പൊസിഷനിലെല്ലാം ഈവൻ നമ്പേഴ്സും ഈവൻ പൊസിഷനിലെല്ലാം ഓഡ് നമ്പേഴ്സുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെയാണ്? A is a function from A is a function from n to r, such that A of n equal to n plus 1 if n is odd, n minus 1 if n is even. അപ്പോൾ നോക്കാം, 2ൻ്റെ കേസിൽ നോക്കൂ, ഫസ്റ്റ് പൊസിഷൻ അല്ലേ, n ഈക്വൽ ടു 1 ആണെങ്കിൽ 1 പ്ലസ് 1 ഈക്വൽ ടു 2. സെക്കൻഡ് പൊസിഷനിൽ 2 മൈനസ് 1 1. തേർഡ് പൊസിഷനിൽ ഓഡ് പൊസിഷൻ ആകുമ്പോൾ 3 പ്ലസ് 1 4. ഫോർത്ത് പൊസിഷൻ n മൈനസ് 1 3. ഫിഫ്ത്ത് പൊസിഷൻ n പ്ലസ് 1 6. സിക്സ്ത് പൊസിഷൻ n മൈനസ് 1 5. അപ്പോൾ അങ്ങനെയും നമുക്കൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാം. അടുത്തത് നോക്കൂ, the statements a1 equal to 1 and an equal to n into an minus 1. Define the sequence. അപ്പോൾ നോക്കൂ, a1 equal to 1, a2 എന്താ വരിക? a2 equal to 2 into a1. 2 into a1 എന്നാൽ 2 into 1 is 2. a3 എന്താണ്? a3 equal to 3 into a2. 3 into 2 6. അടുത്തതോ an equal to a4 equal to 4 into a3. 4 into 6 24. അപ്പോൾ ഇതെന്താണ്? ഇതാണ് ഫാക്ടോറിയൽ സീക്വൻസ്. ഫാക്ടോറിയൽ എന്ന് ഇപ്പോൾ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എന്നൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. എന്താണ് ഫാക്ടോറിയൽ? n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 into 2 into 3 into 4 into എക്സെട്ര into n വരെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീക്വൻസിൻ്റെ റിക്കർസീവ് ഡെഫിനിഷനാണ് a1 ഈക്വൽ ടു 1 എന്നും an ഈക്വൽ ടു n ഇൻറ്റു an മൈനസ് 1 എന്നും എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫാക്ടോറിയൽസിനെ കുറിച്ച് പറഞ്ഞു, കോൺസ്റ്റൻറ്റ് സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആണ് ഫിബൊനാക്കി സീക്വൻസ്. ഈ ഫിബൊനാക്കി സീക്വൻസും ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സീക്വൻസിന് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡെഫിനിഷന് എക്സാമ്പിളാണ്. അപ്പോൾ നോക്കുക, a1 ഈക്വൽ ടു 1 a2 ഈക്വൽ ടു 1. അവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ 1ഉം ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ഫിക്സ്ഡ് ആണ്. തേർഡ് പൊസിഷൻ തൊട്ടാണ് റിക്കർസീവ് ഫോർമുല വരുന്നത്. എന്താണ്? an പ്ലസ് 1 ഈക്വൽ ടു an പ്ലസ് an മൈനസ് 1. അതായത് തൊട്ട് മുൻപുള്ള രണ്ട് ടേംസിൻ്റെ സമ്മായിരിക്കും അടുത്ത ടേം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഡിഫൈൻഡ് ആണ്. അപ്പോൾ തേർഡ് ടേം എന്തായിരിക്കും? a3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a2 പ്ലസ് a1 1 പ്ലസ് 1 2. a4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a3 പ്ലസ് a2. a5 എന്ന് പറഞ്ഞാൽ a4 പ്ലസ് a3. അപ്പോൾ ബാക്കിലേക്ക് 2 സ്റ്റെപ്പ് ആഡ് ചെയ്ത് വരിക. അപ്പോൾ വിത്ത് a1 ഈക്വൽ ടു 1 a2 ഈക്വൽ ടു 1 ആണെങ്കിൽ a3 ഈക്വൽ ടു 2. a4 ഈക്വൽ ടു a2 പ്ലസ് a3, ദാറ്റ് ഈസ് 2 പ്ലസ് 1 3. a5 എന്ന് പറഞ്ഞാൽ a3 പ്ലസ് a4. അപ്പോൾ 3 പ്ലസ് 2 5. അങ്ങനെ നമ്മൾ ഫിബൊനാക്കി സീക്വൻസ് എക്സ്പാൻഡ്. ഇനി റിയലിൻ്റെ കേസിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് പറയുമ്പോൾ സീരീസും സീക്വൻസും രണ്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇറ്ററേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് വിളിക്കുക. സീരീസ് എന്ന് വിളിക്കുന്നത് ഇവരുടെ സമ്മിനെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു ആവശ്യമുള്ളൊരു കൺസെപ്റ്റാണ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ്. നമ്മൾ ചുമ്മാ അങ്ങനെ എഴുതി പോകുമ്പോൾ ചിലവർക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ ലിമിറ്റ് എന്ന് നമ്മൾ പറയില്ലേ? എന്താ? ഒരു അവസാനം അല്ലെങ്കിൽ ഒരു പരിധി അല്ലേ? ലിമിറ്റിൻ്റെ മലയാളാർത്ഥം എന്താണ്? ഒരു പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പരിധി എവിടെയാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിധി ഉണ്ടോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സീക്വൻസിന് എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം, വി ആർ കൺസിഡറിങ് 3 സീക്വൻസസ്. ആരൊക്കെയാണ്? സീക്വൻസ് 1/n, സീക്വൻസ് -1 റേസ് ടു സീക്വൻസ് bn എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n, ആൻഡ് cn എന്ന് പറയുന്നത് √n ആണ്. അപ്പോൾ നോക്കുക, സീക്വൻസ് an ഇങ്ങനെയായിരിക്കും വരിക: 1 1/2 1/3 1/4
1/5 എക്സെട്ര. അപ്പോൾ എന്താ ചെയ്യുന്നത്? കുറഞ്ഞു വരികയാണ് അല്ലേ 1ൽ നിന്നും. അപ്പോൾ ഇവിടെ നോക്കുക, 1ൽ നിന്നും വാല്യൂ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് ആരുടെ അടുത്തേക്കാണ് ഈ വാല്യൂ നീങ്ങി വരുന്നത്? 0യുടെ അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ട്. ഇത് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ? നിങ്ങൾക്ക് ലിമിറ്റൊക്കെ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ലിമിറ്റ് 1/n എന്താ? ലിമിറ്റ് 1/∞ 0. അപ്പോൾ അതായത് ഈ എന്നിൻ്റെ വാല്യൂ കൂടും തോറും ഈ an-ൻ്റെ വാല്യൂവിന് എന്ത് സംഭവിക്കും? 0യോട് അടുത്തടുത്ത് വരും അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ ഈ രണ്ടാമത്തെ കേസിൽ നോക്കിയേ, bn ഈക്വൽ ടു -1/n+1/n. അപ്പോൾ നമ്മൾ n ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ -1/n+1/n എന്തായിരിക്കും? -1/2. അപ്പോൾ 1/1. അപ്പോൾ 1 എന്ന് കിട്ടും. n ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/2. n ഈക്വൽ ടു 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3. n ഈക്വൽ ടു 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/4. അതായത് എക്സ് ആക്സിസിന് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് കളിച്ച് എങ്ങനെ വരുന്നുണ്ടെങ്കിലും ഈ ഡിസ്റ്റൻസ് നോക്കി നോക്കൂ. ഈ ഡിസ്റ്റൻസ് ആദ്യം ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലേ? രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ഡിസ്റ്റൻസ് വീണ്ടും കുറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ ഡിസ്റ്റൻസ് ഇത്രയായി. അടുത്ത ടേമിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയായി. ഇനി അടുത്ത് 1/5. അത് കുറച്ചും കൂടിയും അടുത്ത് 1/3യേക്കാളും 1/4നേക്കാളും കുറച്ചും കൂടിയും എക്സ് ആക്സിസിനോട് അടുത്ത് വരും. അതായത് എക്സ് ആക്സിസിന് അപ്പുറയും ഇപ്പുറയുമായിട്ടും ഈ സീക്വൻസ് എവിടേക്ക് എത്തുന്നു? 0യുടെ അടുത്തേക്ക് എത്തുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ എക്സാമ്പിൾ √n. പക്ഷെ √n-ൻ്റെ കേസ് നോക്കൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? √n √1, √2, √3, √4, √5, √6, √7 എന്നും പറഞ്ഞിതിങ്ങനെ കൂടി പോകും. ഇതിനെ എവിടെയെങ്കിലും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ √100 ലിമിറ്റ് ചെയ്യുന്ന √101 എന്താണ്? √100നേക്കാളും കുറച്ചും കൂടിയ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ കൂടി പോവുകയാണ് √n ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റുന്നില്ല? ഇപ്പോൾ മറ്റേ രണ്ട് കേസിലും നമുക്ക് ഏകദേശം വിസിബിൾ ആയിരുന്നു 0യുടെ അടുത്തേക്കാണ് ഈ വാല്യൂസ് വരുന്നതെന്ന് അല്ലേ? പക്ഷേ മൂന്നാമത്തെ കേസിൽ എന്ത് പറ്റി? നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ അടുത്തേക്ക് ഇത് നീങ്ങുന്നു അല്ലെങ്കിൽ പർട്ടിക്കുലർ വാല്യൂ വരെ പോകൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ രണ്ട് കേസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺവേർജൻസ് എന്നും ഡൈവേർജൻസ് എന്നും പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കാം. ടു ഡിസ്റ്റിങ്ക്വിഷ് sequence that approaches a unique limiting value L as n increases from those that do not, we say that the former sequence converges. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സീക്വൻസ്, അതായത് ഒരു നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഒരു യുണീക്ക് ലിമിറ്റിംഗ് വാല്യൂ ആയിട്ടുള്ള എന്നിലേക്ക് ആസ് n increases from those that do not എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ ഇപ്പോൾ നമ്മൾ L അല്ലാത്തൊരു ടേമിൽ നിന്നും നമ്മൾ തുടങ്ങി. അതായത് 1ൽ നിന്നും തുടങ്ങിയിട്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? ആദ്യത്തെ സീക്വൻസിൽ L ഈക്വൽ ടു 0യിലേക്ക് പോയത്. രണ്ടാമത്തെ സീക്വൻസും അതേ 1ൽ നിന്നും തുടങ്ങിയിട്ടാണ് 0യിലേക്ക് പോയത്. പക്ഷേ മൂന്നാമത്തെ കേസിൽ എന്താ ഉണ്ടായേ? നമ്മൾ 1ൽ നിന്നും തുടങ്ങിയെങ്കിലും കൂടി പോവുകയാണ് അല്ലേ? എവിടെയും നമുക്ക് അതിനനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. n കൂടുന്നതിനനുസരിച്ച് ആ വാല്യൂം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പെർട്ടിക്കുലർ Lലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെ പറയും ഡൈവേർജ് ചെയ്യുന്നു. ആദ്യത്തെ കേസിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് നമ്മൾ എന്ത് പറയും? കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആവശ്യമാണ്. അപ്പോൾ നോക്കാം. A sequence a1, a2, etc. an converges to a number L, or L is said to be a limit of a sequence if an gets closer to and remains arbitrarily close to L as n become large. In this case we write limit n tends to infinity an equal to L, or an equal to L as n tends to infinity. ഇതിന് നമുക്ക് വേണമെങ്കിൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണാം. ഈ ചിത്രത്തിൽ നോക്കുക. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ സീക്വൻസിൻ്റെ കുറേ ഈ കാണുന്ന പോയിൻറ്റുകളെല്ലാം നമ്മുടെ സീക്വൻസിൻ്റെ ഭാഗമായിട്ടുള്ള എലമെൻറ്റുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ, അതായത് ആ ഒരു പൈപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആ പൈപ്പിനകത്ത്
ഉള്ള പോയിന്റുകൾ കുറേ ഉണ്ട് അല്ലേ. അതായത് ഒരു എയും എയുടെ അടുത്തേക്ക് നമ്മുടെ ഈ സീക്വൻസിൻ്റെ ടേംസ് ഇങ്ങനെ കൺവേർജ് ചെയ്ത് വരുന്നത് കണ്ടോ. കാരണം ആദ്യം കുറേ ഡിസ്റ്റൻസിലാണ് കിടന്നിരുന്നത്. അവിടുന്ന് ആ ഒരു ബ്ലൂ നമ്മൾ ലിമിറ്റ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നില്ല. അതായത് ആ n ഇൻക്രീസ് ചെയ്യും തോറും നമ്മുടെ ടേംസ് ഈ പറഞ്ഞ പോലെ ഒരു പൈപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ലിമിറ്റിനകത്ത് കിടക്കുന്നുണ്ട്. ഒരു വാല്യൂവിൻ്റെ പെർട്ടിക്കുലർ ലിമിറ്റിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇതൊരു എക്സാമ്പിളാണ്. നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. യെസ്, ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ സീക്വൻസിൻ്റെ വാല്യൂസ് ഈ ഗ്രീൻ കളറിലുള്ളത് ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്നു. അവസാനം ആ ഒരു പെർട്ടിക്കുലർ എൻ ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷം വരുന്ന വാല്യൂസ്, അല്ലെങ്കിൽ ആസ് എൻ ഗോസ് ഇൻഫിനിറ്റി, n കൂടി വരുമ്പോൾ നമ്മുടെ ഈ സീക്വൻസിൻ്റെ ടേംസ് എന്തിനകത്ത് കിടക്കും, ഈ ഒരു ലിമിറ്റിനകത്ത് ഒരു L+ε L-ε ഇടയിൽ കിടക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. നോക്കാം, എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ. എ sequence an is said to have a limit capital L, that is limit n tends to infinity an equal to L if for every epsilon greater than 0. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ എടുക്കുന്ന എപ്സിലോണിനെ, നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എപ്സിലോണിനെ ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. എപ്സിലോൺ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു L+ε L-ε എന്ന് പറഞ്ഞ ആ ഒരു വിഡ്ത്തില്ലേ, അത് എപ്സിലോൺ കൂടുന്നതിനനുസരിച്ച് ആ വിഡ്ത്ത് കൂടും. എപ്സിലോൺ കുറയ്ക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ നാരോവർ ആയിട്ട് വരും. അപ്പോൾ അത് എത്ര നാരോ ആക്കിയാലും, അതാണ് ഈ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. അത് നമ്മൾ എത്ര നാരോ ആക്കിയാലും ദർ കറസ്പോണ്ട്സ് ആൻ ഇൻറ്റിജർ ക്യാപിറ്റൽ N. അതായത് ഇവിടെ ഈ കാണുന്ന ഒരു റെഡ് ലൈൻ കണ്ടില്ലേ, ക്യാപിറ്റൽ Nൻ്റെ ലിമിറ്റ്, അങ്ങനെ ഒരു ക്യാപിറ്റൽ N എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എപ്സിലോൺ ഒന്നും കൂടി കുറയ്ക്കുമ്പോൾ ഈ ക്യാപിറ്റൽ N കുറച്ചും കൂടി മുന്നോട്ട് കയറിപ്പോവും. അതുപോലെ എപ്സിലോണിൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ N ചിലപ്പോൾ ബാക്കിലേക്ക് വരും. ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ എപ്സിലോൺ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അനുസരിച്ച് നമുക്കൊരു ക്യാപിറ്റൽ Nനെ കിട്ടും. എന്താണ് ആ ക്യാപിറ്റൽ Nൻ്റെ പ്രോപ്പർട്ടി? സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് an minus L is less than epsilon for all n greater than or equal to n. നിങ്ങൾ ആ ചിത്രവും കൂടെ നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ സീക്വൻസ് an Lലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഏതൊരു എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും we have to find, അല്ലെങ്കിൽ we could find a capital N, find a natural number n such that modulus of an minus L less than epsilon. എന്ന് വെച്ചാൽ ഈ an-ഉം അതായത് നമ്മുടെ ഈ സീക്വൻസിൻ്റെ പോയിൻറ്റും ആ എല്ലും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഈ പറഞ്ഞ L-ε L+ε ആ വിഡ്ത്തിനകത്ത് കിടക്കും എന്നാണ് പറയുന്നത്. ആർക്ക് ശേഷം? ഒരു പെർട്ടിക്കുലർ n-ന് ശേഷം. If the sequence has a limit, we say that the sequence is convergent. അങ്ങനെ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു വിഡ്ത്തിനകത്ത് നമുക്ക് സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയും, അല്ലാത്ത പക്ഷം ഡൈവേർജൻ്റ് ആണെന്ന് പറയും. അപ്പോൾ എപ്സിലോൺ n ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു താഴെ കാണുന്ന ഡെഫിനിഷനാണ് എഴുതേണ്ടത്. അതല്ലാതെ ചോദിക്കുന്ന അവസരത്തിൽ നമുക്ക് മുകളിൽ കാണുന്ന ഡെഫിനിഷനും എഴുതാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം നോക്കുക. യൂസിങ് എപ്സിലോൺ n ഡെഫിനിഷൻ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെ എടുക്കണം? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു L. അപ്പോൾ ഇവിടെ an എന്താണ്? an ഈക്വൽ ടു 1/n ആണ്, L ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഏതൊരു പോസിറ്റീവ് എപ്സിലോൺ എടുത്താലും ഒരു ക്യാപിറ്റൽ N കിട്ടുമോ? എന്ത് പ്രോപ്പർട്ടി ആയിട്ടാണ്? മോഡുലസ് ഓഫ് an മൈനസ് L ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമ്മൾ എടുക്കാം. അപ്പോൾ an മൈനസ് L എന്താണെന്ന് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ബൈ ഡെഫിനിഷൻ By definition, 0 will be the limit of the sequence an where an equal to 1/n for any epsilon greater than 0. നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് an മൈനസ് L ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/n മൈനസ് 0
എന്ന് വെച്ചാൽ 1/n തന്നെ അല്ലേ. ഹെൻസ് ഈ an ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയണമെങ്കിൽ ആരാണ് ലെസ് ദാൻ എപ്സിലോൺ എടുക്കേണ്ടത്? 1/n ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് ഈസ് n ഈസ് ഗ്രേറ്റർ ദാൻ 1/epsilon ആയിട്ട് വരികയാണെങ്കിൽ, സപ്പോസ് ദാറ്റ് ഈ സ്മോൾ n ഗ്രേറ്റർ ദാൻ 1/epsilon ആയിട്ട് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് an വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ. അതായത് ചൂസ് ആൻ n ടു ബി പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1/epsilon. അപ്പോൾ 1/epsilonേക്കാളും കൂടുതലായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ n എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് an മൈനസ് 0 ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/n ലെസ് ദാൻ 0 ഈസ് ഈക്വൽ ടു 1/n. 1/n ആണ്. ശരിക്കും n ഈസ് ഗ്രേറ്റർ ദാൻ 1/epsilon. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1/epsilon ആണെങ്കിൽ 1/n ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതൊരു റിവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മൾ ചെയ്യുന്നത് ഒരു റിവേഴ്സ് പ്രോസസ്സാണ്. എന്താണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഈ മോഡുലസ് ഓഫ് an മൈനസ് 0 എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ രൂപം എന്താണെന്ന് മനസ്സിലാവണം. അവിടെ നിന്നാണ് നമുക്ക് ആ ഒരു എപ്സിലോൺ എടുക്കേണ്ട, അല്ലെങ്കിൽ അത് ലെസ് ദാൻ എപ്സിലോൺ ആവുമ്പോൾ എന്നിന് എന്ത് വാല്യൂ കിട്ടും എന്നുള്ള അങ്ങനെ ഒരു n പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ആ പ്രോബ്ലം നോക്കുക. നമുക്കറിയാം പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ an മൈനസ് 0 ആദ്യം എന്താണെന്ന് നോക്കി. അപ്പോൾ 1/n. അപ്പോൾ 1/n ലെസ് ദാൻ എപ്സിലോൺ ആവണമെങ്കിൽ n ആരെക്കാളും അപ്പോൾ ക്യാപിറ്റൽ n കണ്ടുപിടിക്കാനല്ലോ നമ്മുടെ പണി. അപ്പോൾ ഈ an എന്ന് പറഞ്ഞാൽ a ക്യാപിറ്റൽ N, അതായത് nth ടേം മുതൽ അതിനേക്കാളും കൂടുതലായി വരും, അല്ലെങ്കിൽ nth ടേം മുതൽ എപ്സിലോൺ ആയിരിക്കും മുകളിൽ ക്യാരി ഓവർ ചെയ്ത് നിൽക്കുക എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1/n അല്ലെങ്കിൽ an ലെസ് ദാൻ എപ്സിലോൺ 1/n ലെസ് ദാൻ എപ്സിലോൺ ഏത് എന്നിനാണെന്ന് നോക്കാം. n എന്താവുമ്പോഴാണ് 1/n ലെസ് ദാൻ എപ്സിലോൺ ആവുക? നമ്മളാ തീരുമാനിച്ച എപ്സിലോണിനേക്കാളും കുറവായിരിക്കും 1/n. ദാറ്റ് ഈസ് n ഈസ് ഗ്രേറ്റർ ദാൻ 1/epsilon എന്ന് കിട്ടുന്ന. അപ്പോൾ എപ്സിലോൺ നമ്മൾ തീരുമാനിക്കുന്നു, 1/epsilon കണ്ടുപിടിക്കുന്നു. 1/epsilon എത്രയാണോ കിട്ടുന്നത് അതിനേക്കാളും മുകളിലുള്ള ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും നമുക്ക് എന്ത് പറയാം? an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടുന്നു. അതിനർത്ഥം there exists an n such that for every epsilon greater than 0, for every epsilon greater than 0 there exists an n such that modulus of an minus 0 is less than epsilon എന്ന് വെച്ചാൽ ഇത് കൺവേർജ് ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് ആവശ്യം പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn ഈക്വൽ ടു 2/3 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ Sn എന്താണെന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ബൈ ഡെഫിനിഷൻ 2/3 വിൽ ബി ലിമിറ്റ് ഓഫ് സീക്വൻസ് Sn. അപ്പോൾ പറഞ്ഞതിൽ നിന്നും 2/3 ലിമിറ്റ് ഓഫ് Sn ആയിരിക്കും. അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ആർ ഏബിൾ to find a natural number n such that modulus of Sn minus 2/3 less than epsilon. അതെ, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്കൊരു ക്യാപിറ്റൽ n കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ക്യാപിറ്റൽ n കണ്ടുപിടിക്കണം? പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്യാപിറ്റൽ n കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളിവിടെ ഇത് കണ്ടിന്യൂസ് അല്ല, കൺവേർജൻ്റ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം Sn മൈനസ് 2/3 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ Sn മൈനസ് 2/3 എന്ന് തുടങ്ങി. ഇനി Sn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ Sn ഈക്വൽ ടു 2n പ്ലസ് 1/3n പ്ലസ് 5 മൈനസ് 2/3. അവ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് 3n plus 2 into 3n plus 5 whole divided by 3n plus 5 into 3. അപ്പോൾ നമ്മൾ അതിനകത്ത് സിംപ്ലിഫിക്കേഷൻ നടത്തുക. അപ്പോൾ മോഡുലസ് ഓഫ് -7 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6n എന്നും കിട്ടും, ഇവിടെയും ഒരു 6n കിട്ടും, കട്ട് ചെയ്ത് പോവും. ഇത് -3, ഇത് +3, ഇത് -10. അപ്പോൾ 3 മൈനസ് 10, അതാണ് -7 ആയി ഉണ്ടാവുക, ഇൻറ്റു 3 ഇൻറ്റു 3n പ്ലസ് 5, അതായത് മോഡുലസ് ആയിരുന്നു. അപ്പോൾ 7/3 ഇൻറ്റു 3n പ്ലസ് 5 ഈ ക്വാണ്ടിറ്റിയാണ് ലെസ് ദാൻ എപ്സിലോൺ വരേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ വരണമെങ്കിൽ എന്താവണം? 7 മൈനസ് 3 ഇൻറ്റു 3n പ്ലസ് 5 ലെസ് ദാൻ എപ്സിലോൺ ആവണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തിനെ മാറ്റണം? ഈ 7നെ
ഇവിടുത്തെ 7 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/9n + 15. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, അവർ എഴുതിയിട്ടില്ല. ബെറ്റർ വി റൈറ്റ് ഹിയർ. ഇവിടെ ഒരു സ്റ്റെപ്പ് ബാക്കിയുണ്ട്. എന്താണ് വരിക? 7 / 9n + 15 is less than epsilon. അപ്പോൾ അവിടുന്ന് രണ്ട് സൈഡിലും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/9n + 15 is less than epsilon/7 എന്ന് കിട്ടും നിങ്ങൾക്ക്. നമ്മളത് ഇവിടെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ 9n + 15 is greater than epsilon/7. നമുക്ക് n-ൻ്റെ കേസ് കിട്ടണ വരെ ചെയ്യണം കേട്ടോ. അപ്പോൾ 9n is greater than epsilon/7 minus 15, which implies n is greater than 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? epsilon divided by 7 × 9 എന്ന് വരും അല്ലേ? അല്ല, എപ്സിലോൺ. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 7/epsilon എന്നാണ് വരിക അല്ലേ? റൈറ്റ്. നമ്മൾ റെസിപ്രോക്കലാണ് എടുക്കുന്നത്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 9n + 15 is greater than 7/epsilon. രണ്ട് സൈഡിലും എന്നിട്ട് 15 ആഡ് ചെയ്യുക. അപ്പോൾ 9n is greater than 7/epsilon minus 15, which implies n is greater than 7/9 epsilon minus 15/9. അതിന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/3 എന്ന് എഴുതാം. അപ്പോൾ n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 7/9 epsilon minus 5/3. നമ്മൾ ക്യാപിറ്റൽ n ഗ്രേറ്റർ ദാൻ ഈ ഒരു ക്വാണ്ടിറ്റീനേക്കാളും എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് then small n greater than or equal to capital N implies small n greater than 7 minus 9 epsilon minus 5/3 implies. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്ത പണി തിരിച്ച് ചെയ്യാണ് കേട്ടോ. 7/3 × 3n + 5 is less than epsilon, which implies modulus of Sn minus 2/3 is less than epsilon. Then ഇത്രയും കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ലൈൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം ഇവിടുന്ന് തുടങ്ങി, ഇവിടുന്ന് ഇത്രയും മോഡിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന് ഇവിടം വരെ എത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. If an equal to 1/10, 1/10 square, etc. plus 1/10 raised to n, how large must n be for 1/9 minus an to be less than 10 raised to minus 6? അതായത് നമ്മൾ ഈ an എന്ന് പറഞ്ഞാൽ ഒരു അപ്പോൾ a1 എന്തായിരിക്കും? a1 equal to 1/10, a2 equal to 1/10 plus 1/10 square, a3 equal to 1/10 plus 1/10 square plus 1/10 cube, etc. an equal to 1/10 plus 1/10 square, etc. plus 1/10 raised to n. അപ്പോൾ ഇതിനകത്ത് n എത്ര വലിയ n എടുത്താലാണ് 1/9 മൈനസ് an എന്ന് പറയുന്നത് ലെസ് ദാൻ 10 raised to minus 6 ആയിട്ട് കിട്ടുക എന്ന്. അപ്പോൾ ഇത് നോക്കാം, ഇത് ശരിക്കും എന്താണ്? ഇതൊരു ജിയോമെട്രിക് സീക്വൻസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം. അപ്പോൾ an-ൻ്റെ കേസ് എടുക്കുക കേട്ടോ. an ഈസ് എ ജിയോമെട്രിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം a1 ഈക്വൽ ടു 1/10 ആൻഡ് കോമൺ റേഷ്യോ 1/10. അതായത് ഇതിൻ്റെ ജിയോമെട്രിക് സീരീസ് ആണ് ശരിക്കും അല്ലേ, സീക്വൻസിലെ ജിയോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 1/10 തന്നെ. അപ്പോൾ an ഈക്വൽ ടു എന്താണ്? a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ഡിവൈഡഡ് ബൈ 1. ഇത് ഓരോ an-നും ഒരു ജിയോമെട്രിക് സീരീസ് ആണ്, ഓരോ an-നും. അപ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള ജിയോമെട്രിക് സീരീസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് 1/10 ഇൻറ്റു 1 മൈനസ് 1/10 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/10. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ
1/10 ഇൻറ്റു 1 മൈനസ് 1/10 റേസ് ടു n ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക 10/9. അപ്പോൾ ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷനും കൂടെ വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും എന്ത് കിട്ടും നോക്കുക. ഈ 1/10 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പോൾ എന്ത് കിട്ടും 1/10 മൈനസ് 1/10 റേസ് ടു n പ്ലസ് 1. ഇപ്പോഴത്തെ ഒരു 10/9 കൂടെ കിടക്കുന്നില്ലേ, അതിനെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ഈ 1/10 അതായത് 10/9 1/10 കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 1/9 മൈനസ് 1/9 ഇൻറ്റു 10 റേസ് ടു n എന്ന് കിട്ടും. നോക്കുക, അത് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. 1/9 മൈനസ് 1/9 ഇൻറ്റു 1/10 റേസ് ടു n. ഹെൻസ് വി ഗെറ്റ്, അപ്പോൾ ഈ സാധനം എന്താണ് 1/9 മൈനസ് an ഈക്വൽ ടു എന്ത് കിട്ടുക 1/9 മൈനസ് ദിസ്. അപ്പോൾ 1/9 മൈനസ് an എന്ന് പറഞ്ഞാൽ 1/9 മൈനസ് 1/9 ഇൻറ്റു 1/10 റേസ് ടു n എന്ന് വരും. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആരെയൊക്കെ കട്ട് ചെയ്ത് കളയാം, ഇവരെ രണ്ടുപേരെയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒരു മൈനസ് സൈൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മൈനസ് സൈൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1/9 ഇൻറ്റു 1/10 റേസ് ടു n എന്ന് കിട്ടും. ആണല്ലോ, ഇത് ആരെക്കാളും കുറവായിട്ട് നമുക്ക് കിട്ടണം, വിച്ച് ഈസ് ക്ലിയർലി ലെസ് ദാൻ 1/10 റേസ് ടു n. കാരണം ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 ആയ കാരണം ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1/10 റേസ് ടു n-നേക്കാളും കുറവ് തന്നെയായിരിക്കും. നമുക്ക് എന്താ വേണ്ടത്, ലെസ് ദാൻ 10 റേസ് ടു -6 ആയിരിക്കണം അല്ലേ. അപ്പോൾ therefore 1/9 മൈനസ് an to be less than 10 raised to -6, n must be greater than or equal to 6. അപ്പോൾ ഇതാണ് നമ്മുടെ എപ്സിലോൺ n ഡെഫിനിഷൻ വെച്ചിട്ടുള്ള നമ്മുടെ സീക്വൻസിൻ്റെ കാര്യങ്ങൾ. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ഓഫ് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം, പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് 1 2 3 4 5 6 7 8 9. അപ്പോൾ നോക്കുക, ലിമിറ്റ് ഇപ്പോൾ an-ഉം bn-ഉം രണ്ട് സീക്വൻസുകളാണെന്ന് വിചാരിക്കുക. സപ്പോസ് ദാറ്റ് ദ സീക്വൻസ് a1 a2 എക്സെട്ര എന്ന് പറയുന്നത് ഒരു സീക്വൻസ്, b1 b2 എക്സെട്ര എന്ന് പറയുന്ന മറ്റൊരു സീക്വൻസ് ആർ കൺവേർജൻറ്റ്, രണ്ടും കൺവേർജ് ചെയ്യുന്നു എന്നും സി ഒരു കോൺസ്റ്റൻ്റ് ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് bn എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn ആണ്. അതായത് രണ്ട് കൺവേർജൻ സീക്വൻസുകളുടെ സമ്മുകളുടെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ലിമിറ്റുകളെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. അടുത്തത് നമുക്കറിയാവുന്ന കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് എല്ലാ ടേമിനും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്തതിനെ പുറത്തെടുത്തിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സി an ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ആണ്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an bn ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn. അടുത്തത് മറ്റേ കോഷ്യൻ്റ് ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn നോട്ട് ഈക്വൽ ടു 0 ആണ്. bnകളൊന്നും 0 അല്ല എങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഡിവൈഡഡ് ബൈ bn എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഡിവൈഡഡ് ബൈ, ഇതൊക്കെ നമ്മുടെ ലിമിറ്റിൻ്റെ കൺസെപ്റ്റുകൾ തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ എഫ് കണ്ടിന്യൂവസും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് an എന്ന് വെച്ചാൽ എന്താണ്, എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ആണ്. അതേപോലെ ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്, അത് തന്നെയായിരിക്കും. അതേപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 ആയിരിക്കും. നെക്സ്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എന്നും എന്ത് തന്നെയായിരിക്കും, എൽ ആയിരിക്കും. ഇത് ഒരു ഫംഗ്ഷൻ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്ന സീക്വൻസും എവിടേക്ക് തന്നെ ലിമിറ്റ് കൺവേർജ് ചെയ്യും, എല്ലിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അടുത്തത് ഈ 9th പ്രോപ്പർട്ടി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് വൺ. കാരണം
ഒരു സീക്വൻസ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ, ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ r⁻n ഫോമിൽ, അതായത് ഇപ്പോൾ 1 സ്ക്വയർ 1 സ്ക്വയർ 1 ക്യൂബ് 1⁴ എക്സെട്ര അങ്ങനെ പോകുന്നതാണെങ്കിൽ, അപ്പോൾ r സ്ക്വയർ r ക്യൂബ് എക്സെട്ര ആണെങ്കിൽ, ഇഫ് മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r⁻n ഈക്വൽ ടു 0 ആയിരിക്കും. r ഗ്രേറ്റർ ദാൻ 1 r ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ r ലെസ് ദാൻ 1 ആണെങ്കിൽ ജോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ കൺവേർജസ് ടു 0. r ഗ്രേറ്റർ ദാൻ 1 മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു r ഈക്വൽ ടു -1 ആവുകയാണെങ്കിൽ ആ ജോമെട്രിക് സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അത് ഡൈവേർജ് ചെയ്യും എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ പ്രോപ്പർട്ടീസ് പഠിക്കുക. പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.